ഒരെണ്ണമല്ല, ഒരുപാട്. ഞാൻ പറഞ്ഞല്ലോ. എന്നാലും റാഫിക്ക, ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ചങ്ങനാശ്ശേരിയിൽ ഇവന്റൊക്കെ ദിലീപേണ്ണെ കാണാനൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഓരോ ഇവന്റ് കഴിഞ്ഞു വരുമ്പോഴും ഇങ്ങനെ ചെറുപ്പമായി വരികയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നിങ്ങൾക്ക് തോന്നിയോ അത്? ഇല്ലേ, ഒരു 10 വയസ്സൊക്കെ കുറയുന്ന പോലെ ഞാനൊക്കെ കെറി ആയിക്കൊണ്ടിരിക്കുക കേട്ടാ. അതെന്താ മനസ്സ് കശ്രമിച്ചാൽ എന്തേലും ഒരു ടിപ്പ് ഉണ്ടോ ദിലീപേട്ടന്? തട്ടിപ്പ് അല്ല, മേക്കപ്പ് ഇല്ല. ഇപ്പൊ ഞാനൊക്കെ എടുത്താറിയ കൈവെള്ളയിൽ മൊത്തം മേക്കപ്പ് ആയിരിക്കും. ദിലീപേട്ടനെ ഒരു മേക്കപ്പ് പോലും ഇല്ലാണ്ട് നിൽക്കുവാ. ഞാനൊക്കെ മേക്കപ്പ് ചെയ്യും, നമ്മൾ ആർട്ടിസ്റ്റ് അല്ലേ. ഇല്ല, ഒന്നുമില്ല. അല്ല, ഇതില് എനിക്ക് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ശരിക്കും ഇവിടെ നിൽക്കുന്നത് ഈ സിനിമയുടെ സംവിധായകൻ എന്ന രീതിയിലാണ്. ഞാൻ അവിടെ നിന്നിരുന്നത് ദിലീപിന്റെ ഒരു ഫാനായിട്ടാണ്. അല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനാണ് ഇദ്ദേഹത്തിന്റെ ഫാൻ. ഒന്നാമത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഹ്യൂമർ ചെയ്തിരുന്ന ഒരു ആർട്ടിസ്റ്റാണ് സ്റ്റേജുകളിൽ, ഭയങ്കര സെറ്റിലായിട്ടുള്ള കാര്യങ്ങൾ. അതിനേക്കാളപ്പുറം ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ ഇവരുടെ ഒരുപാട് സിനിമകളുണ്ട്, ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. അന്ന് ജയറാമേൻ്റെ സിനിമകളാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ പഞ്ചാബി ഹൗസ് തുടങ്ങിയിട്ടാണ് ഇവരുടെ അടുത്ത് ഞാൻ വരുന്നത്. പഞ്ചാബി ഹൗസ് തുടങ്ങി ഈ സിനിമ വരെ ഇപ്പോൾ ഇത്രയും സിനിമകൾ ഞങ്ങളിപ്പോൾ റാഫി പറഞ്ഞ് 25 വർഷത്തേത് പറഞ്ഞു. ഞാൻ മലയാള സിനിമയിൽ കണ്ട എടുത്തു പറയേണ്ട ഒരു ബ്രില്യൻ റൈറ്ററാണ് റാഫി ഭായ്. കാരണം നമ്മൾ സിനിമ കഥകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെ വരുമെങ്കിൽ ഇടിച്ചു നിൽക്കും ചിലപ്പോൾ. പക്ഷെ പെട്ടെന്ന് തന്നെ ബൈപ്പാസ് ചെയ്ത് വേറെ വഴിക്ക് വേറെ സാധനമായിട്ട് വരുന്നതാണ്. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ദൈവമേ, റാഫി ഭായിക്ക് സർവശക്തനായ ദൈവം ആ സെൻസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കട്ടെ. കാരണം അതിൻ്റെ ഒരു വിഹിതം പറ്റുന്ന ഒരാളാണല്ലോ നമ്മൾ. അപ്പൊ ആ ഹ്യൂമർ സെൻസ്, ഞാനിപ്പോൾ റാഫി ഭായിയോട് പറഞ്ഞു, നിങ്ങളുടെ സിനിമകൾ അതിന് കോമ്പറ്റീഷൻ, ഇപ്പം ഈ പകരം എന്ന് പറയുന്ന സാധനം അത് വേറെ സെൻസാണ്. അപ്പൊ അപ്പുറം ഇപ്പുറമൊക്കെ ഏത് തരത്തിലുള്ള സിനിമ ഓടുന്നു നമ്മുടെ വിഷയമല്ല. നമ്മുടെ സിനിമ നമ്മുടെ കാരണം ഡിഫറെന്റ് സിനിമ. റാഫി ഭായി കോമഡിയുടെ ആള് മാത്രമല്ല, പക്ഷെ ഇവിടുത്തെ പ്രേക്ഷകർ സമ്മതിച്ചില്ല എങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കോമഡി തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഈ സിനിമയിൽ അതിന്റെ ഒരു പരീക്ഷണം കൂടി ഉണ്ട്. ശരിക്കും പറഞ്ഞാല് തമാശ മാത്രമല്ല, വളരെ ഫീലാക്കുന്ന സെന്റിമെന്റ്സും സാധനങ്ങളുള്ള കുറെ കഥയൊക്കെ ഉള്ളിലുള്ള ആളാണ്. അതാണ് കോമഡി ചെയ്യുമ്പോഴും ഇപ്പൊ പഞ്ചാബി ഹൗസിലൊക്കെ നമ്മൾ ഭയങ്കര ഫീൽ ഉണ്ടാക്കുന്ന അവസ്ഥയല്ലേ. എല്ലാത്തിലും ഉണ്ട് അതിന്റെ ഒരു കണ്ടന്റ് അവിടെ വരും. ഇപ്പൊ നമുക്ക് 2 കൺട്രീസിലും നമുക്കത് ചെറുതായിട്ട് ഫീൽ ചെയ്യും. ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും, കുരുക്കുകൾ ഉണ്ടാക്കി കുരുക്കുകൾ അഴിക്കാന്ന് പറഞ്ഞ ഒരു പരിപാടി പുള്ളിയുടെ. അത് നിസ്സാര സംഭവമല്ല, അത് പ്രത്യേക കൈയടി നമ്മൾ കൊടുക്കണം. അല്ല, തീർച്ചയായിട്ടും. അപ്പൊ ബാധിക്കായാലും റാഫിക്കായാലും ഇനിയും സ്ട്രെങ്ത് കൊടുക്കട്ടെ ഭഗവാൻ എന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. കാരണം എന്നാലേ ഞങ്ങളെപ്പോലുള്ള സിനിമാ ലവേഴ്സിന് നല്ല സിനിമകൾ കിട്ടത്തുള്ളൂ.